ആവശ്യത്തിന് അധ്യാപകരില്ലാതെ പ്രതിസന്ധിയിലായി കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ലാബ് വിദ്യാർത്ഥികൾ. 200-ലധികം വിദ്യാർത്ഥികൾക്കാകെയുള്ളത് വിരലിലെണ്ണാവുന്ന അധ്യാപകർ മാത്രമാണ്. ഒപ്പം മതിയായ ലാബുകൾ ഇല്ലാത്ത പ്രശ്നവുമുണ്ട്. പ്രശ്നപരിഹാരം ഉണ്ടാകാത്തതോടെ സമരമുഖത്തേക്കിറങ്ങാൻ നിർബന്ധിതരായിരിക്കുകയാണ് ലാബ് വിദ്യാർത്ഥികൾ. BSc മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി പഠിക്കുന്ന 130 വിദ്യാർത്ഥികളാണ് കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലുള്ളത്. കൂടാതെ ഡിപ്ലോമ കോഴ്സിന് പഠിക്കുന്ന 99 വിദ്യാർത്ഥികളും. ഇവർക്ക് ആകെയുള്ള അധ്യാപകരുടെ എണ്ണം കേട്ട് ഞെട്ടരുത്, വെറും 3 പേർ. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ 2009-ലാണ് BSc MLT കോഴ്സ് ആരംഭിക്കുന്നത്. വർഷം 15 കഴിഞ്ഞിട്ടും സ്വന്തമായി ഡിപ്പാർട്ട്മെന്റ് ഇല്ല. ഡിപ്ലോമ കോഴ്സിന് പഠിക്കുന്നവരെ കൂടി ചേർത്താൽ ആകെ 229 വിദ്യാർത്ഥികളാണ് ഇവിടെയുള്ളത്. സർവകലാശാല മാനദണ്ഡമനുസരിച്ച് 12 അധ്യാപകർ വേണം. എന്നാൽ ഇവിടെയുള്ളതാകട്ടെ 3 അധ്യാപകർ മാത്രം. ഇപ്പോൾ വർഷങ്ങളായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്ന ലെറ്റേഴ്സും കാര്യങ്ങളും നിവേദനങ്ങളും ഇപ്പോൾ ഞങ്ങൾ ഹെൽത്ത് മിനിസ്റ്റർക്ക് വരെ ഞങ്ങൾ ലെറ്റർ കൊടുത്തിട്ടുണ്ട്. ഹെൽത്ത് മിനിസ്റ്റർ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് DMEക്ക് ഫോർവേഡ് ചെയ്യും. ഇവിടെ എന്ത് ലെറ്റർ ആർക്ക് കൊടുത്താലും എല്ലാം DMEക്ക് ഫോർവേഡ് ചെയ്യും. DMEയുടെ അവിടെ നിന്ന് പിന്നെ ഒരു നടപടി ഉണ്ടായി കണ്ടിട്ടില്ല. ഒരു അധ്യാപകനെങ്കിൽ ഒരു അധ്യാപകൻ, അത് കിട്ടിയാൽ തന്നെ ഞങ്ങൾക്ക് വലിയ കാര്യം. ഞങ്ങൾക്കും DMLTക്കാർക്കും കൂടെ കൂടിയിട്ട് 3 അധ്യാപകരുള്ളൂ എന്ന് പറയുന്നത് തന്നെ അത് വെച്ചിട്ട് നമുക്ക് എങ്ങും എത്താൻ പറ്റില്ല. ചുരുങ്ങിയത് 6 ലാബുകളെങ്കിലും വേണ്ടിടത്താണ് ഒരൊറ്റ ലാബ് പോലും ഇല്ലാത്തത്. MBBS വിദ്യാർത്ഥികളുടെ ലാബാണ് നിലവിലെ ആശ്രയം. നമുക്ക് അധ്യാപകർ എന്ന പോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഘടകമാണ് ലാബുകൾ. ഈ ലാബുകളിൽ സ്റ്റുഡൻസ് മാത്രമേ ഉള്ളൂ. അവിടെ ഒരു ലാബ് അസിസ്റ്റൻ്റ് അത്യാവശ്യമുണ്ട്, പക്ഷെ അവിടെ അങ്ങനെ ഒരാളില്ല. ഈ ലാബ് അസിസ്റ്റൻസ് ആണ് നമുക്ക് അവിടെ വേണ്ട എക്സാമിന് വേണ്ട റിയേജൻസും കാര്യങ്ങളും പ്രിപ്പയർ ചെയ്യേണ്ടതും അവിടെയുള്ള ക്ലീനിങ്ങും എല്ലാം ചെയ്യേണ്ടത്. പക്ഷേ നിർഭാഗ്യവശാൽ എക്സാമിൻ്റെ തലേദിവസം വരെ നമ്മൾ തന്നെ അവിടെ വന്ന് റിയേജൻസ് എല്ലാം പ്രിപ്പയർ ചെയ്യേണ്ട അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ എക്സാമിന് കൃത്യമായിട്ട് നമുക്ക് പഠിക്കാനുള്ള ടൈമില്ല. +2-ന് ഉയർന്ന മാർക്ക് വാങ്ങിയാണ് വിദ്യാർത്ഥികൾ MLT കോഴ്സ് പഠിക്കാൻ മെഡിക്കൽ കോളേജിലേക്ക് എത്തുന്നത്. വാർഷിക ഫീസായി 20,000-ലധികം രൂപയും നൽകുന്നു. എന്നാൽ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇവർക്ക് ലഭിക്കുന്നില്ല. പരാതി പറഞ്ഞു മടുത്താണ് കഴിഞ്ഞ ദിവസം സൂചനാ സമരം നടത്തിയത്. സർക്കാരും ബന്ധപ്പെട്ടവരും ഇനിയെങ്കിലും ഇടപെടുമെന്നാണ് ഇവരുടെ പ്രതീക്ഷ. വിദ്യാർത്ഥികളുടെ പരാതി DMEക്ക് കൈമാറിയെന്നാണ് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലുടെ പ്രതികരണം. പരിഹാരം ഇനിയും വൈകിയാൽ സമരം ശക്തമാക്കാൻ ഒരുങ്ങുകയാണ് വിദ്യാർത്ഥികൾ. രാജേഷ് വെള്ളരിക്കുണ്ടിനൊപ്പം അഭിജിത്ത് മുഴക്കുന്ന്, 24 കോഴിക്കോട്. പൊതുജനം കഴുതയല്ല സാർ. അവർ നേരിടുന്ന ബുദ്ധിമുട്ട് വിദ്യാർത്ഥികൾ വിശദീകരിക്കുന്നു. അടിസ്ഥാന സൗകര്യത്തിൻ്റെ അഭാവം അതടക്കം ചൂണ്ടിക്കാട്ടുന്നു. ആവശ്യത്തിന് അധ്യാപകരില്ലാത്തത് ഏത് തരത്തിലാണ് അവരെ ബാധിക്കുന്നതെന്ന് അവർ വിശദീകരിക്കുന്നു. ചില പ്രതികരണങ്ങൾ കൂടി ലഭ്യമാകുന്നുണ്ട്, അതിലേക്ക്. ഞങ്ങളെല്ലാവരും എന്ന് പറഞ്ഞാൽ BSc ആയാലും DMLTക്കാരായാലും നല്ല പെർസെൻറ്റേജ് മാർക്ക് വാങ്ങിയിട്ടാണ് ഈ കോളേജിൽ അഡ്മിഷൻ എടുത്തിട്ടുള്ളത്. നമ്മൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ കാലിക്കറ്റ് മെഡിക്കൽ കോളേജ് എന്ന് പറയുമ്പോൾ അത്രയും റെപ്യൂട്ടേഷൻ ഒരു കോളേജാണ്. നല്ല രീതിക്ക് മാർക്കുള്ള സ്റ്റുഡൻസ് പഠിക്കുന്നതാണ്. ഞങ്ങളുടെ ക്ലാസ്സിലൊക്കെ 96% മുകളിലുള്ള കുട്ടികളാണ് പഠിക്കുന്നത്. അപ്പോൾ അത്രയും ഞങ്ങൾ ഇതിനും കൂടുതൽ ഡിസേർവ് ചെയ്യുന്നത് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഞങ്ങൾ MLTക്കാർക്ക് വേണ്ട ഒരു ഡിപ്പാർട്ട്മെൻറ്റ്, ആ ഡിപ്പാർട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ അതിനിടയിൽ എങ്ങനെയായാലും ഫാക്കൽറ്റീസ് വരും. അപ്പോൾ അതിനായിട്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ, ഇപ്പോഴും ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പണിയാണ് നടക്കുന്നുണ്ട്. ഇപ്പോഴും നിങ്ങൾക്ക് പോയി നോക്കിയാൽ കാണാൻ പറ്റും. അവിടെ LTCയുടെ ബാക്കിലായിട്ട് ഇപ്പോഴും ഫയറിംഗ് നടന്നൊരു സ്ഥലമുണ്ട്. പക്ഷേ അതിനൊരു മുന്നോട്ട് ഒരു പണി പോലും കഴിഞ്ഞിട്ടില്ല. നമ്മൾ പ്രിൻസിപ്പളിനെ അതുപോലെ വൈസ് പ്രിൻസിപ്പളിനെയൊക്കെ നേരിട്ട് കണ്ട് സംസാരിച്ചിരുന്നു. ഒരു ദിവസം സൂചനാ സമരം എന്നുള്ള രീതിയിൽ നമ്മൾ വലിയ രീതിയിൽ എല്ലാ വിദ്യാർത്ഥികളും പഠിപ്പ് മുടക്കിക്കൊണ്ട്, അതുപോലെ നിങ്ങൾക്കറിയാം മെഡിക്കൽ കോളേജിൽ ഭൂരിഭാഗം എല്ലാ ലാബുകളിലും ഞങ്ങൾ തന്നെയാണ് പോസ്റ്റിങ്ങിൽ എല്ലാ കാര്യത്തിനും നിൽക്കാറുള്ളത്. അപ്പം അവിടുത്തെ പണി അടക്കം മുടക്കിയിട്ടാണ് ഞങ്ങൾ അന്ന് ആ സമരത്തിന് ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ എത്രമാത്രം തീവ്രമാണ് ഞങ്ങളുടെ ആവശ്യം എന്നുള്ളത് ഒരുവിധം എല്ലാവർക്കും അന്ന് അറിഞ്ഞതാണ്.